ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നൂസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 30 പാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള പൾപ്പ് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ മാറ്റിയെടുക്കാം. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ കുരു ഒന്നും അരിഞ്ഞു പോകാനും പാടില്ല. ഒരുപാട് കുരു അരിഞ്ഞു പോയാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് കുരു ഒന്നും അരിഞ്ഞു പോവാതെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തപ്പോൾ ഒരു 3 കപ്പ് ജ്യൂസാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പഞ്ചസാര സിറപ്പാണ്. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. നമുക്കിതിൽ 3 കപ്പ് ജ്യൂസ് കിട്ടിയതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ 3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അതേ കപ്പിന് 3 കപ്പ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര സിറപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര സിറപ്പ് ഒരുപാട് തിക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോഴിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഒരു ചില്ല് കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്വാഷ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചില്ല് കുപ്പി ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചില്ല് കുപ്പിയിൽ വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ചീത്തയായി പോവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ക്വാഷ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് നമ്മുടെ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് കൂടെ ഇട്ടതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.